നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ കൊടും കുറ്റവാളികൾ പതിയിരിക്കുന്നുണ്ട്. അതിന് തെളിവാണ് മുൻപ് തിരുവനന്തപുരം അമ്പലമുക്കിൽ നടന്ന കൊലപാതകവും അടുത്തിടെ കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന കൊലപാതകവും. ഈ പശ്ചാത്തലത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവരുന്നത്. നമ്മുടെ ജയിലുകളിൽ നിന്ന് കൊടും കുറ്റവാളികൾ മുങ്ങുന്നു എന്നാണ് ആ റിപ്പോർട്ട്. ജയിലിൽ നിന്ന് മുങ്ങുന്നത് പരോളിൽ ഇറങ്ങിയാണ്. പരോൾ ലഭിക്കുന്നതിന്റെ ആനുകൂല്യം മുതലാക്കിയാണ് പല കുറ്റവാളികളും രക്ഷപ്പെടുന്നത്. 1990 മുതൽ 2022 വരെ ഈ രീതിയിൽ പരോളിലിറങ്ങി മുങ്ങിയത് 65 കൊലയാളികളാണ്. അതായത് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾ. മാത്രമല്ല 2001 മുതൽ 2022 വരെ മാത്രം 47 പ്രതികളാണ് പരോളിലിറങ്ങി ഇങ്ങനെ മുങ്ങിയത്. ഈ കണക്ക് തയ്യാറാക്കിയത് മറ്റാരുമല്ല, ജയിൽ വകുപ്പ് തന്നെയാണ്. ഈ പരോളിലിറങ്ങുന്ന പ്രതികളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. പരോൾ നൽകുമ്പോൾ പോലീസിനെയും ജയിൽ വകുപ്പ് കൃത്യമായി അറിയിക്കും. അതായത് ജില്ലാ പോലീസ് മേധാവിമാർക്കും ലോക്കൽ പോലീസിനും കൃത്യമായ അറിയിപ്പ് ജയിൽ വകുപ്പ് നൽകാറുണ്ട്. പരോൾ അനുവദിക്കുന്നത് വർഷം, അതായത് ഒരു പ്രതിക്ക് പരോൾ അനുവദിക്കുന്നത് ഒരു വർഷം 60 ദിവസമാണ്. അത് ഒരുമിച്ച് നൽകില്ല. 15 ദിവസം മുതൽ 30 ദിവസം വരെ, അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഒരു വർഷം പരോൾ അനുവദിക്കുന്നത്. പരോൾ അനുവദിക്കുന്നതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. സ്വന്തം ജാമ്യത്തിലും 10,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലുമാണ് ഒരു പ്രതിക്ക് പരോൾ ലഭിക്കുക. പരോൾ ലംഘിച്ചാൽ, അതായത് പരോളിലിറങ്ങുന്ന പ്രതി തിരിച്ചു വരാൻ താമസിച്ചാൽ ഈ ജാമ്യം നിൽക്കുന്നവർ 5,000 രൂപ കെട്ടിവെക്കണം. അതായത് വളരെ തുച്ഛമായ ഒരു ശിക്ഷ മാത്രമാണ് പരോൾ ലംഘിക്കുന്നതിന് നിലവിലുള്ളത്. പരോളിലിറങ്ങി മുങ്ങിയ പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക സംഘം വേണമെന്നാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് ആവശ്യപ്പെടുന്നത്. നേരത്തെ ജയിൽ വകുപ്പ് ഒരു പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകിയിരുന്നു. പക്ഷേ അതിലെ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം മാറിപ്പോയപ്പോൾ ആ സ്ക്വാഡ് നിർവീര്യമായി. നിലവിൽ പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സംവിധാനം വേണമെന്നാണ് ജയിൽ വകുപ്പ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരമുള്ള കൊടും കുറ്റവാളികൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ അപകടകാരികളുമാണ്. ഏത് നിമിഷവും ഒരു കുറ്റകൃത്യം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം.